ഹലോ കൂട്ടുകാരെ, നമുക്കൊരു യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് വലിയ പ്രത്യേകിച്ചൊരു കണ്ടൻറ്റ് വീഡിയോ ആയിട്ട് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി ഒരു ഉറക്കത്തിൽ കിടന്നപ്പോൾ ഒരു കിട്ടിയൊരു ഐഡിയ ആണ് എന്ന് പറഞ്ഞാൽ, റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉണ്ടല്ലോ, ഒരാവശ്യമില്ലാതെ കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നീക്കം ചെയ്യുന്നത് വെച്ചാൽ, എല്ലാ റോഡ് സൈഡിലും നമ്മളൊക്കെ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള കുറച്ച് ആക്രികൾ എന്ന് പറയത്തില്ല, പ്ലാസ്റ്റിക് കുപ്പികളും ഈ ബിയർ ബോട്ടിലുകളൊക്കെ അതൊക്കെ ഒന്ന് പറക്കി ചാക്കിലാക്കി മാറ്റി വെച്ചാലോ എന്നുള്ളൊരു ആലോചന. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിശേഷത്തിലോട്ട് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു മുൻകരുതലും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഗ്ലൗസ് വേണം. മാസ്ക് കാര്യങ്ങളൊന്നും ഇല്ല, നല്ലൊരു ഗ്ലൗസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പറക്കാം. ഓക്കെ, ഗ്ലൗസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ നമ്മളിന്ന് റോഡ് സൈഡിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നീക്കം ചെയ്യാൻ പോകുന്നത് കേട്ടോ. പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് വെച്ചാൽ, യൂട്യൂബിൽ നിന്ന് വീഡിയോസ് എടുത്ത് വലിയ പരിചയം കാര്യങ്ങളൊന്നുമില്ല. നമുക്കിട്ട് അറിയുന്നുള്ള രീതിയിൽ എഡിറ്റിങ് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം അറിയത്തില്ല. അറിയാവുന്നതുപോലെ കട്ട് ചെയ്തൊക്കെ ഇടാൻ പോവുകയാണ്. എല്ലാവരും സഹകരിക്കണം. റോഡിലോട്ട് നടക്കാൻ ഇച്ചിരി ദൂരം ഉണ്ട് എന്ന് പറയുന്നില്ല. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ റോഡിലോട്ട് കിടക്കാൻ വേണ്ടി നമ്മൾ ഏറെക്കുറെ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കുപ്പി കിടക്കാം, എന്താണെന്നറിയില്ല, എന്നാലുമുള്ളത് നമുക്ക് പറക്കാം. ഈ കാണുന്ന റോഡിൽ നിന്നും ഇതൊന്ന് പറക്കി ഏകദേശം ഒരു 300-400 മീറ്ററിൻ്റെ ഉള്ളിലുള്ള കുപ്പികളാണ് നമ്മളിപ്പോൾ പറക്കാൻ പോകുന്നത്. അത്രയ്ക്കും വേണ്ടി കുപ്പികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഏകദേശം ഇപ്പം തന്നെ നമുക്കൊരു ഏകദേശം ഒരു ചാക്ക് നിറച്ച് കുപ്പി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇനിയും ഒരു ചാക്കല്ല, അതിൽ കൂടുതൽ കുപ്പികൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇത് മൊത്തം നീക്കം ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. എന്തായാലും നമുക്ക് നീക്കം ചെയ്യാം. പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം പറക്കി മാറ്റാം. ഒത്തിരി ഉണ്ട്. എനിക്കിപ്പം ക്യാമറ പിടിക്കാൻ വൈഫ് ഉണ്ടായിരുന്നു. വൈഫ് ഇപ്പം കുഞ്ഞ് കിടന്ന് കരച്ചിലായതുകൊണ്ട് വൈഫ് കുഞ്ഞിനെയും കൊണ്ട് പോയി. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു കൈ കൊണ്ട് ചാക്ക് പിടിക്കണം, ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിക്കണം. ഈ ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങളെ ഇതെല്ലാം അറിയിക്കണം എന്നെനിക്കൊരാഗ്രഹം, അതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത്തിരി പഴക്കമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഇവരിവിടെ കുടിച്ചിട്ട് ഒരു മൂലയിലോട്ട് കൂട്ടി ഇടുന്നതാണ്. പറയാൻ പറ്റത്തില്ലേ, ഇവിടുത്തെ കുടിയന്മാർ തന്നെ ഇനി പറക്കി കുപ്പി നിറയെ നിർത്തി ചാരയും കുടിക്കാൻ വീണ്ടും പൈസ ഒപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയെന്ന് അറിയില്ല. ഇവിടെ പറക്കി കൂട്ടി താണ്ടെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അത്യാവശ്യം ഇത് മൊത്തവും കുപ്പികളാണ്. ഇവിടെ മൊത്തവും കിടക്കുന്നത് കുപ്പികളാണ്. ഇതിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം കിടക്കുന്നതെല്ലാം കുപ്പികളാണ്. ഈ ഫ്ലിപ്സിൻ്റെ അടിയിലോട്ടും കാര്യത്തിലാണ് കിടക്കുന്നത്. അതൊക്കെ എന്തായാലും ഒന്ന് പറക്കിയെടുക്കാം. നമുക്ക് കാര്യം ഈ കുപ്പികളൊന്നും ഇറങ്ങി, വേറെ ചാക്ക് ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് കുപ്പികളൊന്ന് കൊണ്ട് വീട്ടിൻ്റെ സൈഡിൽ തട്ടിട്ട് നടക്കണം. കുറച്ച് നടക്കണം. നടന്ന് കുപ്പികളൊക്കെ ഒന്ന് കൊണ്ട് അവിടെ തട്ടി ഒരു മൂലയിലിട്ട് ആർക്കും ശല്യമില്ലാത്ത രീതിയിലൊരു മൂലയിലോട്ട് തട്ടിയിട്ട് നമുക്ക് വീണ്ടും വരാം. കാരണം ചാക്ക് നിറഞ്ഞു. തട്ടിയിട്ട് എന്താ പറയുക, എന്തെങ്കിലും ചെയ്യുന്നത് കുറച്ച് നാളായി. ഈ തീരുമാനം ഇങ്ങനെ കുപ്പി പറക്കുന്നത് കുറച്ച് നാളായി.
പക്ഷേ ഈ കുപ്പി പറക്കിയിട്ട് ലാസ്റ്റ് എന്താണ് നമ്മൾ കുപ്പികളൊക്കെ പറക്കി പോവുകയാണ്. അപ്പോൾ ഈ കുപ്പികളെല്ലാം കൊണ്ട് തട്ടിയിട്ടിട്ട് നമുക്ക് അടുത്ത വീണ്ടും ഇങ്ങോട്ട് പറക്കാൻ പോകണം. എങ്ങോട്ട് തട്ടുമെന്ന് വെച്ചാൽ ഇവിടെ തട്ടിയാലും ഏതെങ്കിലും ഒരു മൂലയിലോട്ട് തട്ടാം. വേസ്റ്റല്ലേ, വീടിൻ്റെ ഫ്രണ്ടിലാണ് തട്ടണ്ട. തട്ടിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചീത്ത പോകും. നമുക്ക് ഒരു മൂലയിലോട്ട് തട്ടാം. തറച്ചാലും നമുക്ക് ഇവിടെ തട്ടി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാക്ക് കുപ്പിയാണ് നമുക്ക് ആദ്യം ഏകദേശം ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് വെച്ചാൽ ആൾക്കാർ രാത്രി പകലും ചേട്ടന്മാരും മാമരും അവിടെ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ് ഇവർ. അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇനിയും ഇതേപോലെ 1-2 ചാക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് എന്തായാലും അവിടെ പോയി നിൽക്കാം. നല്ല പൂവൊക്കെ കറക്കി എൻ്റെ വൈഫും കുഞ്ഞും നിൽപ്പുണ്ട്. ഒരു കൈ എടുക്കടി. വീഡിയോ കട്ട് ചെയ്തിടുന്നത് വേറെ ഒന്നുമില്ല. ഫോണ് നമ്മളെ ഇരിക്കുന്ന ഒരു നോർമൽ ഫോണാണ് കയ്യിരിക്കുന്നത്. അപ്പോൾ അതിൽ മെമ്മറി കപ്പാസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല, സ്റ്റോറേജൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്ക് വെച്ച് മെമ്മറി ഫുള്ളായെന്ന് പറഞ്ഞ് കാണിച്ചു. ആ സമയത്തൊക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ട് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീണ്ടും പറക്കാം. എന്നാലും ഇപ്പോഴൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കാരണം അത്രയ്ക്കും തോന്നിയും ഇവിടെ വേസ്റ്റുകളുണ്ട്. അപ്പോൾ മെമ്മറി ഫുള്ളായിട്ടുണ്ടെങ്കിൽ മൊത്തം വിളിക്കില്ല. എന്തായാലും ആ ഒരു 1-2 ചാക്ക് കൂടെ പറക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്തിടാം. ഓക്കെ. ബിയർ കുപ്പിയൊക്കെ തന്നെ ഇവിടെ അത്യാവശ്യം ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ. ബിയർ കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി ചിക്കൻ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്.
ചാക്ക് കുപ്പിയും നിറഞ്ഞിട്ടുണ്ട് ഗ്രാസ്. നമ്മുടെ രണ്ടാമത്തെ ചാക്ക് കുപ്പിയും നിറഞ്ഞിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് അവിടെ കൊണ്ടങ്ങ് ഇടാം. പക്ഷേ വേറെ ചാക്കൊന്നും അവിടെ ഇല്ലല്ലോ. ഈ കുപ്പിയൊക്കെ കൊണ്ടിട്ടിട്ട് വരാം. ആലോചിക്കണം, അടുത്ത രണ്ടാമത്തെ ചാക്ക് കുപ്പി അതേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ്. വർഷങ്ങളായിട്ട് കിടക്കുന്ന കുപ്പികളും തൊഴിലുറപ്പുകാർ വന്നിട്ട് നീക്കി കിട്ടിയ കുപ്പികളും കാര്യങ്ങളെല്ലാം നമ്മുടെ പരിസരത്ത് തന്നെ കിടപ്പുണ്ട്. അതെല്ലാം കൂടെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. ചെറിയ വീഡിയോ ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ട് തട്ടിയിട്ട് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞുതരാം. ഇനിയുണ്ട്. എനിക്ക് തോന്നുന്നു ബിയർ കുപ്പി തന്നെ അവിടെ നിന്ന് 2-3 ചാക്ക് കിട്ടും. വർഷങ്ങളായിട്ട് കിടക്കുന്നതെല്ലാം ഉണ്ട്. ഇതൊക്കെ കൊണ്ട് എന്താണ് ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒറ്റ സ്ഥലത്ത് നിന്ന് കിട്ടിയ കുപ്പിയാണ്. യൂട്യൂബ് വീഡിയോ. അപ്പം ഇതൊരു പട്ടി ഷോയൊന്നും അല്ല ഈ മാല. ഞാൻ ആഗ്രഹിച്ചൊരു 60 രൂപ കൊടുത്ത് വാങ്ങിച്ച മാലയാണ്. സംഭവം കഴുത്തിനുള്ളിലിട്ട് കഴിഞ്ഞാലും തിരിച്ചു വരും. മേലത്തെ ബട്ടൺ ഇടാത്തതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ഞാൻ മാല പട്ടി ഷോ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെയൊന്നുമില്ല. നമുക്ക് അങ്ങനെയുള്ള അഹങ്കാരവും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മളിങ്ങനെയാണ്. ഇതിനെ പ്രത്യേകിച്ച് അഹങ്കാരപ്പെടുത്താനൊന്നുമില്ല. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഒന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നു, അതുപോലെ ഞാനും വീഡിയോസൊക്കെ എടുത്തു ഇടുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വീണ്ടും നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കിടക്കുന്നൊരു ഏകദേശം കുറച്ച് കുപ്പികൾ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വിചാരിക്കും ഞാനൊരു ഫ്ലെക്സിൻ്റെ ബേക്കിൽ നിന്ന് കുറച്ച് കുപ്പി ഇറക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ തിരികെ കയറ്റി ഒരിക്കലില്ല. തിരികെ കയറ്റി വെച്ചിട്ട് ഒന്നും എടുക്കുന്നില്ല. സെൽഫി സ്റ്റിക്കൊന്നുമല്ല കേട്ടോ. ഒരു കമ്പ് അവിടെ ഒരു ക്യാമറയുടെ അത് കിടന്നിട്ട് എടുത്ത് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സംഭവം തിരികെ കയറ്റി വെച്ചേക്കുന്നില്ല. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. 10 മാസങ്ങളായിട്ടും കിടക്കുന്ന ചെതലും മണ്ണും എല്ലാം അരിച്ചതേ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒത്തിരി കുപ്പികൾ പറക്കാൻ ഇനിയും ഉണ്ട്. ഇതൊക്കെ പറക്കി വരപ്പം തന്നെ അത്യാവശ്യം ഹരിതസേനയിൽ വീട്ടിൽ ഈ ഹരിതസേനയിലുള്ള ആൾക്കാർ പരിസരത്ത് ഇറങ്ങി പറക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയുന്നുള്ള അവർ വീട്ടിൽ കയറി കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന കുപ്പികളും മറ്റുള്ള കാര്യങ്ങളും മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. ഈ നാട്ടിൻപുറത്ത് കിടക്കുന്ന കൂടെയൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിസരം വൃത്തിയാക്കുക എന്നുള്ളതാണല്ലോ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ വായി തോന്നിട്ടൊക്കെ പറയുന്നില്ല. സംഭവം ഇവിടെയൊക്കെ ഒത്തിരി കുപ്പികൾ കിടപ്പുണ്ട്. ഇതൊക്കെ ഞാൻ പറക്കിയിട്ടാം. പക്ഷേ വീഡിയോ ഇത്രയും ഇടാനുള്ളൊരു എന്താ കപ്പാസിറ്റി എൻ്റെ മൊബൈലില്ല കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ തുണ്ടുകളായിട്ട് അപ്പം ഏറ്റവും ലാസ്റ്റ് എന്താ എത്രത്തോളം കുപ്പി കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതായത് വരുന്നത് എടുക്കാനുള്ളൊരു കപ്പാസിറ്റി എൻ്റെ മൊബൈലിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ നമ്മുടെ അടുത്ത ചാക്ക് ഞാൻ പറഞ്ഞല്ലോ 3ാമത്തെ ചാക്ക് കുപ്പികളും കൂടെ ആയിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് നിറഞ്ഞില്ല. പിന്നെ അതിന് നിറയ്ക്കാനായിട്ട് ഇതാണ്ട് ഈ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ വെച്ചാൽ ഏകദേശം ഒരു 30 മീറ്റർ ചുറ്റളവിനുള്ള കുപ്പികളാണ്. ഈ 30 മീറ്റർ ചുറ്റളവിനുള്ള കുപ്പികളാണ് ഈ പറയുന്ന 3 ചാക്കിനുള്ള അടുപ്പിച്ച് കുപ്പികൾ. ഇനി അതിലൂടെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളാണ് പറഞ്ഞു. ഇനി ബിയർ കുപ്പികളുണ്ട്, അതിൽ പൊട്ടുന്ന കുപ്പികളുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അതിലിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം നീക്കം ചെയ്യാം. അതുപോലെ പിന്നെ ഈ കിടക്കുന്നുണ്ടോ ബിയർ കുപ്പികൾ എന്തായാലും ഇവിടെ വെറുതെ കിടക്കും. നമുക്ക് അതും കൂടെ അങ്ങ് എടുത്ത് കളയാം. കുറച്ചും കൂടെ ഒരു 10-50 ബിയർ കുപ്പിക്ക് അടുത്ത് വരും. നമുക്ക് അതും കൂടെയൊക്കെ ഒന്ന് പറക്കി മാറ്റാം. അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് പറക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പറക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ റോഡിൻ്റെ സൈഡിൽ കൂടെ കിടന്ന റബ്ബറും തോട്ടങ്ങളില്ലേ, റബ്ബറും തോട്ടം കാട്, അവിടെ നിന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ 3 ചാക്ക് കുപ്പി കിട്ടുക. റോഡ് സൈഡിൽ എന്തായാലും അത്ര കുപ്പികളൊന്നും കാണുന്നില്ല. പക്ഷേ റോഡിൻ്റെ വെളിയിലോട്ട് ആണ് ഈ കുടിച്ചിട്ടായാലും അല്ലാതെ ഉപയോഗിക്കുന്ന കുപ്പികളായാലും വലിച്ചെറിയുന്നത്. റോഡിൽ നിന്ന് പറക്കണം പറഞ്ഞിട്ട് തോട്ടത്തിൽ നിന്ന് അത് വിഷയമില്ല. അത് നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ പറക്കുക എന്നുള്ളത് മാത്രമാണ്. റോഡിൽ നിന്ന് പറക്കണമെന്നില്ലല്ലോ. റോഡും റബ്ബറും തോട്ടങ്ങളും കാടുകളും നമുക്കുള്ളതാണല്ലോ. അതനുസരിച്ച് നമുക്ക് പറക്കാം. അത് തീർന്നിട്ടില്ല. ഇനി എന്താ കുപ്പികൾ വീണ്ടും ഈ പരിസരത്തെല്ലാം കിടക്കുകയാണ്. നമുക്കതെല്ലാം കുറേശ്ശെ പറക്കാം. ഈ ഇരിക്കുന്ന ഇടങ്ങളില്ലേ അവരെ ഇതിൻ്റെ ഗ്യാപ്പിൽ കിടക്കുന്നത് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഗ്യാപ്പുകളിൽ കിടക്കുന്നത് എങ്ങനെ എടുക്കുന്ന അറിയില്ല. ഈ ക്യാമറ ഒരു കയ്യിൽ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ അറിയാലോ, ഒരു കയ്യിൽ കുപ്പി ഇത് ഇങ്ങനെ പറഞ്ഞു എൻ്റെ യൂട്യൂബ് ചാനലാണ്. റോഡിൽ കിടന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ മരുമോനുമായിട്ട് ഒരു തൊഴിലുറപ്പ് പരിപാടി നമ്മൾ റോഡിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നീക്കം ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ അതാണ്. അപ്പം
വരുന്നവരും പോകുന്നവർക്ക് ചോദിക്കുന്നത് നിനക്ക് എന്താ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. നീ ഹരിതസേനയിൽ കയറിയെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഹരിതസേനയൊന്നും കയറിയില്ല. റോഡ് സൈഡിൽ കിടക്കുന്ന കുട്ടികളൊന്ന് പറക്കി നോക്കാൻ ചെയ്യുന്നു. അങ്ങനെ കുറേ ആൾക്കുണ്ട്. എന്താ പറയുക, അപ്പോൾ നമുക്കിതും കൂടെ തട്ടിയിട്ട് വരാം. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ അവിടെ നിന്ന് മുന്നോട്ടാണ് ഇനി നമുക്ക് പോകാം. അതിന് മുന്നേ കുറച്ച് ബിയർ കുപ്പികൾ അവിടെ പറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പിള്ളേർ അല്ലെങ്കിൽ മാമാരൊക്കെ വരുന്ന അതിനെ എറിഞ്ഞൊക്കെ പൊട്ടിച്ചളയും അവിടെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കത് പോയി പറക്കി മാറ്റാം. അത് ചാക്കിലിട്ട് അത് മൊത്തം പൊട്ടിപ്പോവും. പറക്കിയിട്ട് കഴിഞ്ഞാൽ പൊട്ടിയാതെ എനിക്കും ബുദ്ധിമുട്ടാണ്, ഇവിടെ നിന്ന് പറക്കിക്കളഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. പൊട്ടാതെ അതിനെടുത്തിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അടുത്ത നമ്മൾ ആ ഒരൊറ്റ മുക്കിൽ നിന്ന് കിട്ടിയാണ് 3 ചാക്ക് പ്ലാസ്റ്റിക് കുപ്പി, അത് കഴിഞ്ഞിട്ട് ബിയർ കുപ്പി. ഇപ്പം ബിയർ കുപ്പി എടുക്കാനായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു പെട്ടി കണക്കത്തെ എന്തെങ്കിലും എടുക്കാം. ഇവിടെ ഒരു ബേക്കറി നടന്നിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ആ പഴയ പൂട്ടിപ്പോയി. അപ്പോൾ അവിടെ നമുക്കൊരു പഴയ പെട്ടി വല്ലതും കിട്ടുമെന്ന് നോക്കാം. പഴയ പെട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലേ എന്താ പറയുക, നോക്കട്ടെ പഴയ പെട്ടികളോ എന്തെങ്കിലും കിട്ടുന്നു. നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് കിടക്കുന്ന പ്ലാസ്റ്റിക് കൂടെ പറക്കണം കേട്ടോ. എന്നാൽ നമുക്ക് എത്രയും വൃത്തിയായിട്ട് അവിടെ എല്ലാം കിടക്കുമല്ലോ. ഇവിടെ ഒന്നും ഇല്ല, നോക്കട്ടെ. നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു പെട്ടി ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതായി. ആ പെട്ടി ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കാരണം കുറച്ച് പെട്ടി എൻ്റെ വീട്ടിലും വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അതിൽ കുറച്ച് വേസ്റ്റൊക്കെ ഞാനിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഈ പെട്ടി കിട്ടിയിട്ടുണ്ട്. ഈ പെട്ടിന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് പെട്ടിലോട്ട് പറയാം. നമുക്ക് ഈ വീട്ടിൽ എവിടെ വന്നാലും എവിടെ കഴിഞ്ഞാലും ഈ ആക്രിയുള്ള സാധനം കാണും കേട്ടോ. കാരണം വെച്ചാൽ റോഡ് സൈഡിലായാലും എൻ്റെ വീട്ടിൽ സൈഡിലായാലും ഞാൻ പറക്കി കളയത്തൊന്നുമില്ല. അത് നമ്മൾ ഹരിതസേനയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഈ ആക്രിക്കാരൊക്കെ വരുമല്ലോ അപ്പോഴൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ വിലയൊക്കെ കിട്ടും. ഞാൻ ചായ പിടിക്കുള്ള പൈസയൊക്കെ കിട്ടുമല്ലേ. അങ്ങനെ വീട്ടിൽ എൻ്റെ പരിസരത്ത് ഇവിടെ നോക്കിയാലും ചെറിയ സ്ഥലത്തൊക്കെ ചാക്കിലൊക്കെ ഞാൻ പറക്കി കയറ്റി വയ്ക്കും. പോണോ പോക്ക് നമുക്ക് ഈ ഇതെന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഈ പെട്ടിയിൽ ബിയർ കുപ്പി പറക്കി കൊണ്ടുവരാം. ഒരു ബുദ്ധിമുട്ടാണ് ചാക്കി കൊണ്ടുവരണം കേട്ടോ. എന്നാലും നമുക്ക് നോക്കാം എത്രത്തോളം കിട്ടുമെന്ന്. നീര കളിപ്പാട്ടും സംഭവങ്ങളെല്ലാം കൂടെ വേസ്റ്റിട്ട്. അപ്പം മണ്ണാണ്. ഇതാണ് നമ്മളെ വീട്ടിലെ താരം. റോഡിൽ കൂടെ പോകണ ഒരു വണ്ടിക്കും സമാധാനം കൊടുക്കില്ല. അങ്ങനെ ബുദ്ധിമുട്ട് കാരണം ഇതുവരെ കെട്ടിയിട്ടല്ലൊന്നുമില്ല. ഒരു 6-7 മാസം കൊണ്ട് ചെറുക്കനെ കെട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. അവൻ്റെ കുരുത്തക്കേടും അവർ റോഡിൽ പോയി എല്ലായിടത്തും നല്ല സ്നേഹം, ആരെയും കടിച്ചിട്ടൊന്നുമില്ല. ആളെ പാവമാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്താ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒരു ചെറിയ കുൽസില പരിപാടി എന്നുവെച്ചാൽ റോഡിൽ കൂടെ വണ്ടി വന്നു കഴിഞ്ഞാൽ വലിയ വണ്ടിയാലും ചെറിയ വണ്ടിയാലും പുള്ളിക്കാരൻ എടുത്തങ്ങ് ചാടും. അങ്ങനെ നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഒരു 1-2 ആഴ്ചയായി പുള്ളിക്കാരനെ കെട്ടിയിടാൻ തുടങ്ങിയിട്ട്. അതെല്ലാം എടുക്കാനാണ് ആട് നമ്മളെ ശങ്കര കിട്ടനാണ്. പക്ഷെ എന്ത് ചെയ്യുക, കുരുത്തക്കേട് അല്പം കൊടുത്ത് സ്ഥിരം കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മളെ കുഞ്ഞിൻ്റെ കൂടെ വെച്ച് കിടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അവൻ്റെ കുരുത്തക്കേട് കൂടിപ്പോയി നാട് തീളെ കിടന്ന് വേസ്റ്റ് ചെയ്യുന്നൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കിടന്ന് ഉരുളക്കം മറ്റുള്ള പട്ടികളടുത്ത് പോയി കളിക്കും. അങ്ങനെ ആയപ്പോഴാണ് പുള്ളിക്കാരെ റോഡിലോട്ട് ചാടി റോഡ് ഈ നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ടായത്. കെട്ടി കെട്ടാഴ്ച വിടണം. പിന്നെ കുളിപ്പിച്ചിട്ടൊക്കെ കെട്ടാഴ്ച വിട്ടാലും വീണ്ടും പേടിയെ റോഡിലൊക്കെ ചാടി കഴിഞ്ഞാൽ അവർക്കും വീഴും. ചെറുക്കനും വല്ലതും പിരിയാൻ നമുക്ക് സെക്കൻഡില്ല. കുറച്ച് കാലം കൊണ്ട് നമ്മളിവിടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്കിനി ബിയർ ഉപയോഗം എങ്ങനെയെങ്കിലും പറക്കി കൊണ്ടിടാം. ഇത് മൊത്തമൊന്നും ഇടാൻ പറ്റത്തില്ല, ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. കാരണം വെച്ചാൽ ലോങ് വീഡിയോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും വൃത്തിയിൽ എൻ്റെ വീഡിയോ ആരും കാണത്തില്ല. ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, എഡിറ്റിങ് അങ്ങനെയല്ല. നമ്മളെല്ലാം എന്തോ ഷാപ്റ്റാറ്റോ ഇല്ല ഷാപ്റ്റാട്ടെന്ന് പറഞ്ഞൊരു ആപ്പിലുണ്ട്. ആപ്പിലെ പറ്റുന്ന വലിയ വീട്ടിലോട്ട്. അപ്പോൾ ആപ്പ് 2 തിട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഈ ബിയർ കുപ്പികൾ ഇതിലോട്ട് പറയാം. എനിക്ക് ക്യാമറ പിടിച്ച് ചെയ്യാത്ത ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നല്ല രീതിയിൽ വേദനയെടുക്കുന്നു. ഇപ്പോഴത്തെ കയ്യിൽ ഗ്ലൗസ് ഇടണം. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോസ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കയ്യിൽ മൊത്തം ഗ്ലൗസ് കുപ്പിയൊക്കെ പറക്കാൻ നല്ല വേസ്റ്റ് ആയതുകൊണ്ട് മാറ്റി പിടിക്കാൻ പറ്റത്തില്ല. ഗ്ലൗസ് ഇടാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും നാളുകൊണ്ട് കിടക്കുന്നൊരു കുപ്പികളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ എത്രത്തോളം രോഗങ്ങൾ എന്തെങ്കിലും പിടിക്കുമെന്നൊരു പേടി. പിന്നെ ഒരു കുഞ്ഞു കൊച്ച് എനിക്കുള്ളതാണ്. അപ്പം ഒരു പേടി. നമുക്ക് ഈ റൂപ്പിലൊക്കെ പറക്കി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെടുക്കാം. അത് മൂത്രമാണെന്ന് പോലും അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് കറക്റ്റ് ഇതെല്ലാം നീക്കം ചെയ്യാം. ഞാൻ ക്യാമറ എവിടെയെങ്കിലും വെച്ചാലോ എന്ന് ആലോചിക്കുന്നു മൊബൈലിൽ. കാരണം ചെയ്യാനൊരു ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് വീഡിയോ കാണിക്കാനൊരു ബുദ്ധിമുട്ട്. നോക്കട്ടെ എവിടെയെങ്കിലും വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വയ്ക്കാം.
ഇതിൽ നമുക്ക് ഫുൾ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, കാരണം സ്റ്റോറേജ് അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വീഡിയോസുകൾ ഞാൻ അടുത്ത വീഡിയോസിൽ തന്നെ ഞാൻ കാണിച്ചേക്കാം കേട്ടോ. അടുത്ത ഉടനെ തന്നെ വീഡിയോ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ. ചെറിയൊരു